അങ്ങനെ രാവിലെ നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ പോണത് കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകണതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും എന്നിട്ട് പറഞ്ഞു അവിടെ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോയത്. ഇന്ന് നമ്മൾ നോർമലി മെയിൻ റോഡിൽ കൂടി അല്ലാതെ ഒരു പുതിയ റൂട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പോണത്. വെച്ചാൽ എന്താ അപ്പോൾ നമുക്ക് ജങ്കാറിൽ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ അത് നമുക്കൊരു വേറെ എക്സ്പീരിയൻസ് തന്നെ ആവുമല്ലോ. അപ്പോൾ നമ്മൾ അതാണ് ട്രൈ ചെയ്തത്. ആരെന്ത് ചെയ്യാൻ പോണ്? ഇത് ഇങ്ങോട്ട് നോക്കിട്ട് പറ, എന്ത് ചെയ്യാൻ പോണ്? ബോട്ടിൽ പോവാ? രാത്രി ഞങ്ങൾ ഇവിടെ കൊടുത്താം. അല്ല ഇപ്പൊ കഴിഞ്ഞ രാത്രി പയ്യാമ്പലം ബീച്ചിൽ. ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ജങ്കാറിൽ നമ്മൾ സൈക്കിളും ഒക്കെ നമ്മളൊക്കെ കയറിയിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. സത്യത്തിൽ ഭയങ്കര നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആളുകളും കുറവേനി, അതിൽ 1-2 ആളുകളെ നമ്മളെ കൂടാതെ വേറെ ഉണ്ടായിരുന്നുള്ളൂ. പോണ വഴിയിലൊക്കെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇത് നമ്മൾ നോർമൽ റൂട്ടിനും നമുക്ക് പോവായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സത്യത്തിൽ നമ്മൾ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്തിട്ട് ഇതിനെ പോയത്. കാഹിലിനാണെങ്കിലും ആര്യനാണെങ്കിലും ബോട്ടിങ്ങും അതേപോലത്തെ പരിപാടികളൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം. അങ്ങനെ അതിലുണ്ടായിരുന്നവരൊക്കെ നമുക്ക് ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഇതിന് ഭയങ്കര ചാർജൊന്നും വരുന്നില്ല, ചെറിയ എമൗണ്ട് നമുക്ക് ഈ ഒരു റൈഡിന് വന്നിട്ടുള്ളൂ. നമ്മൾ സൈക്കിളിനാണെന്നുണ്ടെങ്കിലും അതിനകത്ത് കയറ്റി കൊണ്ടുപോകുന്നതിന് അത്ര വലിയ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് എത്തിയിട്ടോ, നമ്മൾ ഒരു തലക്കുന്ന ഒരു തലക്ക് വരേണ്ട ഉള്ളൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളെ സൈഡിലെത്തി. ഇവിടുന്ന് കുറച്ചേ പോകാനുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 11 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ പെറ്റ് സ്റ്റേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് അവിടേക്ക് എത്തിയാൽ മതി. അപ്പോൾ അത് കണ്ടാണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് പോകാനുള്ളൂ നമ്മൾ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അവിടെ നിന്ന് നമ്മൾ ആ റൈഡൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോണത്. സത്യത്തിൽ അതങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമുക്കതിൽ കയറ്റി പോകാനാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരുപാട് ആളുകളില്ലാത്തതുകൊണ്ടേക്കും നമുക്കൊന്നും കൂടി ഈസി ആയിരുന്നത്. അതിലൊരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സൈക്കിള്, നമ്മൾ ഇത്രയും വലിയ സൈക്കിളായതുകൊണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. പക്ഷേ നമുക്ക് കൂളായിട്ട് രസമായിട്ട് പോരാൻ പറ്റി. അങ്ങനെ നമ്മളെ വണ്ടിയും സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ഇറക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് നല്ല ഭംഗിയുള്ള റൂട്ടിൽ കൂടി നമുക്ക് പോകാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഏരിയകളൊക്കെ കാണുമ്പോൾ നമുക്ക് സൈക്കിൾ ചെയ്ത് പോകാൻ സത്യം പറയാച്ച നല്ല രസമാണ്. നമ്മൾ കാറിലൊക്കെ പോകണേലേറെ എത്രയോ ഭംഗിയാണ്. നമ്മൾ നല്ല ഭംഗിയുള്ള പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കണ്ട് നമുക്ക് സൈക്ലിങ് ചെയ്ത് പോകുമ്പോൾ നല്ല രസമായിട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏകദേശം ഇനിയിപ്പോൾ 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ നമുക്ക് പെറ്റ് സ്റ്റേഷനിലേക്ക് ഉള്ളൂ. ഇനി നമുക്കൊരു പോക്കറ്റ് റോഡിൽ കൂടെയാണ് പോകാനുള്ളത്. റോഡ് കുറച്ചൊക്കെ മോശമാണ്, എന്നാലും വലിയ തിരക്കില്ലാത്ത റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. നേരെ ഇത് പോണ ബീച്ച് സൈഡിലാണ് പെറ്റ് സ്റ്റേഷൻ വരുന്നത്. നമുക്ക് ബീച്ചിൻ്റെ നല്ല
ആ ഒരു ഏരിയ നല്ല കാമൻ ക്വയറ്റ് സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നല്ല വെയിലിൻ്റെ ചൂടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ അവിടെ നല്ല രസമായിട്ട് നമുക്ക് അതിനെ കൂടെ റൈഡ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഏകദേശം പെറ്റ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾ സത്യം പറയുക ഈ പെറ്റ് സ്റ്റേഷൻ നമ്മൾ വലിയ ആൾക്കാർ എൻജോയ് ചെയ്യണില്ലാതെ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതായത് നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ആനിമൽസ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന അവിടെ തന്നെ ഒരു വൈറ്റ് കളർ കുതിര ഉണ്ടായിരുന്നു. കാലിനും അരിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമായി. അതിങ്ങോട്ട് പുറത്തേക്ക് തലയിട്ട് കണ്ട് നല്ല രസമായിട്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇനി അവിടെ വെയിറ്റ് ചെയ്യണം. ഏകദേശം 11 മണിയൊക്കെ ആകുമ്പോഴാണ് പെറ്റ് സ്റ്റേഷൻ ഓപ്പൺ ആവുക. അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ സൈക്കിൾ സേഫായിട്ട് നമ്മൾ എങ്ങനെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് നമ്മൾ സൈക്കിൾ സേഫായിട്ട് പാർക്ക് ചെയ്യുക എന്നുള്ളതാണൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. ഏതായാലും അവിടെ കാർ പാർക്കിംഗ് ഏരിയയിൽ ആദ്യം അവർ നമ്മളെ സമ്മതിച്ചില്ല, കാർ പാർക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് അവർ നമ്മളെ സൈക്കിൾ സേഫായിട്ട് അവിടെ വെക്കാൻ സമ്മതിച്ചു. പിന്നെ നമുക്ക് ടിക്കറ്റ് അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട് അവിടെ, 150. പിന്നെ നമുക്ക് ഏതെങ്കിലും അനിമലിനെ തൊടണമെന്നുണ്ടെങ്കിൽ എത്ര 200-250 വരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് തൊടാനും പറ്റുള്ളൂ കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി, കൂടുതൽ ഫീലുള്ള മാതിരി തോന്നി. വെച്ചാൽ അനിമലിനെ തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ 1, 2, 3 അനിമലിനൊക്കെ തൊടണമല്ലോ. അത് ജസ്റ്റ് ഒന്നിനെ തൊടാൻ വേണ്ടിയിട്ട് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു അത്യാവശ്യം ചാർജ് മേടിച്ച മാതിരി തോന്നി. എന്തായാലും നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ആംബിയൻസും ഇത് കുട്ടികൾക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. ഇതിനെ കുടിക്കണം എനിക്ക്. ഞാൻ നാളെ കുടിച്ചല്ലേ ഇതിനൊക്കെ. അമ്മന്റെ ഫോണിലെടുക്കുന്നിട്ട് എന്നെ കൂട്ടുകാർക്ക് വിട്ടു കൊടുക്കും. കേടാനുണ്ട്. കൊട്ടിക്ക് വന്നു വാ കൈ കഴിച്ചോ. ഹായ് പറഞ്ഞ ഹായ് ഹായ് മങ്കി പറഞ്ഞോക്ക. ഹായ് മങ്കി, ഹായ് മങ്കി പറഞ്ഞ. അവന് ചാടിക്കോ. ചാടാൻ പോവാത്. ചാടിക്കോ. 1 2 3 start. ആ ഫുള്ളിട്ട് കൊടുത്താ. അങ്ങനെ നമ്മൾ ഏകദേശം ഉച്ച സമയമായപ്പോൾ പെറ്റ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ ലൈമൊക്കെ വാങ്ങിയിട്ട് കുടിച്ച് നമ്മൾ ഏകദേശം അവിടെ അടുത്തുനിന്ന് തന്നെ കേട്ടോ ഫുഡ് കഴിച്ച് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്ന്. പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് അങ്ങനെ റൈഡ് ചെയ്ത് പോന്നു. പിന്നെ നമ്മൾ ഇന്ന് പയ്യന്നൂർ എത്തണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മോന് പകുതി ആയപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ അവനെ ഉറങ്ങണമെന്ന് വെച്ചാൽ അവിടെ സൈഡാക്കിയിട്ട് അവനെ ഉറങ്ങി നീറ്റിട്ടേ പിന്നെ പോകാനുള്ളൂ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി, നിങ്ങൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യല് വെച്ചാൽ, ഉറങ്ങിക്കഴിഞ്ഞാൽ അവന് അവിടെ ഉറങ്ങാൻ സമ്മതിക്കും. അവൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവൻ്റെ ക്ഷീണം മാറിയിട്ട് പിന്നെ നമുക്ക് ഉറങ്ങി നീറ്റപ്പത്തിന് ഒരുപാട് സമയമായി. പിന്നെ നമുക്ക് റൈഡ് ചെയ്ത് പോകാനും ഒരു ഇതുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മൾ പഴയങ്ങാടി എത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ. അങ്ങനെ പഴയങ്ങാടി എത്തിയപ്പോൾ നമ്മൾ അവിടെ റൂം എടുത്തിട്ട് നിൽക്കുക ചെയ്ത് വെച്ചാൽ നമുക്ക് റൂമിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ റൈഡ് ചെയ്ത് അധികവും ഇങ്ങനെ സംഭവിക്കില്ല. നമ്മൾ റൈഡ് ചെയ്ത് എത്തുന്നിടത്ത് നമ്മൾ വിചാരിക്കണ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം അധികം നമുക്ക്
കിട്ടലില്ല. അതൊരു സത്യമായിട്ട് നമുക്കുള്ളൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ എന്തായാലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ അങ്ങനെ പയ്യന്നൂർ പോകാമെന്നുള്ളതാണ് നമ്മളൊരു പ്ലാന്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇന്ന് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, നല്ലോണം എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.